കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ. ആ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ച് ഇല്ലാതാകുന്നതിനാണ് കേരളം അന്ന് പുലർച്ചെ സാക്ഷ്യം വഹിച്ചത്. നൂറുകണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത്. നിരവധി ആളുകൾക്ക് അവരുടെ ബന്ധുക്കളെ, സ്വന്തക്കാരെ നഷ്ടപ്പെട്ടു. അമ്മയെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, കൊച്ചുമക്കളെ നഷ്ടപ്പെട്ട അപ്പനും അമ്മമാരുമുണ്ട്, അപ്പനും അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു പൈതങ്ങളുണ്ട്. അത്തരത്തിൽ സ്വന്തക്കാരും ബന്ധുക്കളും സർവസ്വവും നഷ്ടപ്പെട്ട ഒരു ജനതയെയാണ് നമുക്ക് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ 2024 ജൂലൈ 30 ശേഷം കാണാൻ കഴിഞ്ഞത്. അവിടുത്തെ ആ ജനങ്ങളുടെ വേദന, ദുഃഖം, ദുരിതം, അതിനെയൊക്കെ തന്നെ കേരളീയ പൊതുസമൂഹം സ്വന്തം ദുഃഖം പോലെയാണ് ഏറ്റെടുത്ത് അതിനെ അതിജീവിക്കാൻ അവർക്ക് പിന്തുണയുമായിട്ട് മുന്നോട്ട് പോയത്. സംസ്ഥാനം ഒന്നാകെ, ലോകത്തുള്ള മലയാളികളും അല്ലാത്തവരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അവിടെ ശേഷിക്കുന്ന, അവിടെ ജീവൻ അവശേഷിക്കുന്ന എല്ലാവർക്കും, ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് അവിടെ ഒരാശ്വാസമായിട്ട് മാറാൻ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു ജനത ഒന്നാകെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് തുടക്കം മുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള ജനങ്ങൾക്ക്, ഇനി അവശേഷിക്കുന്ന ആ ദുരന്തത്തെ അതിജീവിച്ച് നിൽക്കുന്ന ജനങ്ങൾക്ക്, അവർക്കിനി മുന്നോട്ട് പോകാനുള്ള അവരുടെ ജീവിതത്തിന്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കൈത്താങ്ങാകാൻ നിരവധി പദ്ധതികൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അവിടെ ഒരു ടൗൺഷിപ്പ്, ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെ എല്ലാം സർവ്വവും നഷ്ടപ്പെട്ടവർക്ക് അവർക്കെല്ലാം നൽകുന്നതിനായിട്ട് ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ 1ാം ഘട്ടത്തിലെ താക്കോൽ കൈമാറ്റം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനയായ UDF, അതിലെ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക്, മറ്റ് ജോലികളും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കെല്ലാം തന്നെ സഹായങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഏതാണ്ട് 105 വീടുകളാണ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് കഴിഞ്ഞ വർഷം ഏപ്രിൽ 6-ാം തീയതിയാണ് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ശേഷം പല തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രകൃതിയുടെ ഉൾപ്പെടെ പ്രതിസന്ധികളെല്ലാം തന്നെ, മഴയും കാലാവസ്ഥയുടെ ഉൾപ്പെടെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആദ്യം ഈ പണികളെല്ലാം പൂർത്തിയാക്കി 1ാം ഘട്ട വീടുകൾ, 51 വീടുകൾ ഈ ദുരന്തബാധിതർക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അവര് 51 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളാണ് ഈ വീടുകൾ അർഹതപ്പെട്ടവർക്ക് കൈമാറുന്നത്. സർക്കാരിന്റെ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ വീട് വെച്ച് നൽകുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം അതിന്റെ നറുക്കെടുപ്പൊക്കെ തന്നെ നടന്നിരുന്നു. 51 പേർക്കായിട്ട് തയ്യാറായ വീടുകൾ അത് കൈമാറുകയാണ്. ഏതാണ്ട് 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ വീട് പൂർത്തിയായിരിക്കുന്നത്. അതിനകത്തേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി അതെല്ലാം തന്നെ ഈ 51 വീടുകളിലും എത്തിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് അവിടെ അത് സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കുടിവെള്ളം, വൈദ്യുതി ഉൾപ്പെടെയുള്ളവ ഇനി വരുന്ന കാലങ്ങളിലും അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വീടുകൾ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൈമാറുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ആ ഒരു ഉദ്യമത്തെ കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം കൈയടിച്ച് വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, മുസ്ലിം ലീഗിനെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും അവരെ പുച്ഛിച്ചു തള്ളുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുന്നതിൽ എതിർപ്പില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവര് ഈ പദ്ധതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിന് വേണ്ടി സ്വരൂപിച്ച പണം അതവര് പുട്ടടിച്ചു, അല്ലെങ്കിൽ അവരത് വകമാറ്റി ചെലവഴിച്ചു, അവര് കൈക്കലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടന്നതാണ്. അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം അത്തരത്തിൽ ചില ആളുകൾ, ചില CPM-ന്റെയും ഒക്കെ തന്നെ നേതാക്കൾ അതിനുവേണ്ടി മാത്രം ചില പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവർക്കെല്ലാമുള്ള ചുട്ട മറുപടി എന്ന നിലയിലാണ് 51 വീടുകളുടെ കൈമാറ്റം നടക്കുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് വീടുകളുടെ കൈമാറ്റം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ്
പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളുടെ തറക്കല്ലിടൽ വയനാട്ടിൽ നടത്തിയത്. അതിൻ്റെ തറക്കല്ലിടൽ പൂർത്തിയായിട്ടുണ്ട്. വരുന്ന 4-5 മാസത്തിനകത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ ആദ്യഘട്ടമായിട്ടുള്ള 50 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ പറയുന്ന ദുരന്തബാധിതരിൽ അർഹരായവർക്ക് കൈമാറുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരെ പ്രഖ്യാപിച്ച തങ്ങളുടെ ആ ഒരു പദ്ധതി അത് ആദ്യഘട്ടം അവര് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനം കൈമാറുന്നതിനും മുൻപായിട്ട്, മണിക്കൂറുകൾ മുൻപായിട്ട് തങ്ങളുടെ 51 വീടുകൾ മുസ്ലിം ലീഗ് അവിടെ കൈമാറുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെ അഭിനന്ദിക്കുന്ന, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണാൻ കഴിയുന്നത്. കാരണം പല പ്രതിസന്ധികൾ നേരിട്ടാണ് മുസ്ലിം ലീഗ് ഈ ഒരു 51 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അവർക്ക് ആദ്യം ഈ പറയുന്ന പോലെ അവിടെ വസ്തു വാങ്ങാൻ, ഈ വീട് വെക്കാനുള്ള വസ്തു വാങ്ങുന്നതിന് വലിയ പ്രതിസന്ധി നേരിട്ടു. ഏറെ നിയമപോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഈ പറയുന്ന വസ്തു അവിടെ ലഭിച്ചത്. അതിനുശേഷമാണ് ഏപ്രിൽ 6-ാം തീയതി അവിടെ തറക്കല്ലിടൽ നടത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് പല പ്രതിസന്ധികൾ അവർ നേരിട്ടു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 3-4 മാസങ്ങൾക്കകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ മനോഹരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, ആരും കുതിച്ചു പോകുന്ന 51 വീടുകൾ അവിടെ നിർമ്മാണം പൂർത്തിയാക്കി ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. അതാണ് ഈ പറയുന്ന ദുരന്തബാധിതരിൽ അർഹരായവർക്ക് കൈമാറുന്നത്. ബാക്കി ശേഷിക്കുന്ന 54 വീടുകളുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിച്ച് അതും 4-5 മാസങ്ങൾക്കകം തന്നെ പൂർത്തിയാക്കി ബാക്കി വീടുകളും കൈമാറുക എന്നൊരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് പോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണാൻ കഴിയുന്നത്. അതിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവർ ഈ വിഷയത്തിലെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പ്രതിപക്ഷത്തെ പാർട്ടിയായിട്ട് പോലും അവരെ ആ ഒരു വിഷയത്തിൽ എടുത്ത അവരുടെ ഒരു ആത്മാർത്ഥത, ഒരു സത്യസന്ധത, അത് കേരളീയ പൊതുസമൂഹത്തിന് കാണാതെ പോകാൻ കഴിയില്ല എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും സർക്കാർ സംവിധാനം ഈ പറയുന്ന ടൗൺഷിപ്പ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഘട്ട വീടുകൾ കൈമാറുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് അവരുടെ ആ ഒരു പ്രതിബദ്ധത അവർ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചത് വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. UDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അത്തരത്തിൽ UDF-ലെ ഒരു കക്ഷി ആദ്യം തന്നെ ഇത്തരത്തിൽ അവിടെ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുന്നു എന്നത് ചെറിയ ഒരു കാര്യമല്ല. ഒപ്പം തന്നെ കോൺഗ്രസ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം പ്രിയങ്ക ഗാന്ധി MP പ്രഖ്യാപിച്ച ഈ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കുള്ള 5 ലക്ഷം രൂപയുടെ സഹായ വിതരണവും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 40 വ്യാപാരികൾക്കാണ് 5 ലക്ഷം രൂപ വീതം. എല്ലാ ഉപജീവന മാർഗങ്ങളും നഷ്ടമായ 40 വ്യാപാരികൾക്ക്, 40 ആളുകൾക്കാണ് 5 ലക്ഷം രൂപ വീതമുള്ള സഹായം പ്രഖ്യാപിച്ചിരുന്നത്. അത് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലും പ്രിയങ്ക ഗാന്ധി അത്തരത്തിലൊരു സഹായധനം പ്രഖ്യാപിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാർ പോലും അത്തരമൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്താൻ അവർ തയ്യാറായത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഉദാസീന സമീപനം പുലർത്തിയപ്പോൾ പ്രതിപക്ഷത്തെ പാർട്ടികൾ ശക്തമായ രീതിയിൽ അവർ തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും UDF-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ആ ഒരു ഉദ്യമം 51 വീടുകളുടെ കൈമാറ്റം എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.